സർക്കാരിനെ താങ്കൾ ആ നിലയ്ക്ക് വിമർശിക്കുകയാണ്. സർക്കാർ വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നു, മാറാട് കലാപം ഓർമ്മിക്കുക പോലെയുള്ള പാതകങ്ങൾ കേരളത്തോട് ചെയ്യുന്നുവെന്ന്. അതേ സംഗതി ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണല്ലോ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദവിയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനോട് പക്ഷേ താങ്കൾ ഈ സമീപനം, കടുത്ത സമീപനം എടുക്കാതെ മൃദുവായി പറയുകയാണല്ലോ. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞു വെള്ളാപ്പള്ളി ഞാൻ കാറിൽ കയറ്റും, വെള്ളാപ്പള്ളിയോട് എനിക്ക് വ്യക്തിപരമായ ആ നിലയ്ക്കുള്ള പ്രശ്നമൊന്നുമില്ല എന്ന്. പക്ഷെ വെള്ളാപ്പള്ളി മാറാട് കലാപം ഓർമ്മിപ്പിച്ച് വർത്താനം പറഞ്ഞ ആളാണ്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ മനുഷ്യരെയും പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിം മൈനോറിറ്റിയെയും കമ്മ്യൂണിറ്റിയെയും കുറിച്ച് വലിയ തോതിലുള്ള വംശീയ നുണകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് താങ്കൾക്ക് ഈ കർക്കശ സമീപനം ഇല്ലേ? ഞാനത് പറഞ്ഞത് എന്നോട് ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ കാറിൽ കയറ്റും. ഞാൻ പറയും എൻ്റെ കാറിൽ എല്ലാവരും കയറും. എനിക്ക് പോലും ഇരിക്കാൻ പലപ്പോഴും സ്ഥലം കിട്ടത്തില്ല. ഉമ്മൻചാണ്ടി ആണെങ്കിലും അങ്ങനെയാണ്, എല്ലാവരും കൂടെ കാറിൽ കയറും. ഉമ്മൻചാണ്ടിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെയല്ല. അദ്ദേഹം ആ കാറിനകത്തൊരു മന്ത്രിയെ പോലും കയറ്റത്തില്ല, ഒരാളിനെയും കയറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയപ്പോൾ ഒരു മെസ്സേജ് അതിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ എൻ്റെ അവരെ കാറിൽ കയറ്റുകൊണ്ട് അല്ല, ഇത് പറയട്ടെ, ഞാൻ പറഞ്ഞു കേട്ട് എല്ലാ ദിവസവും ഞാൻ അവരെ കാറിൽ കയറ്റി നടക്കുന്നല്ല പറയുന്നത്. നമ്മുടെ കാറിൽ ആർക്കും കയറാം. മജീദ് ഉണ്ടല്ലോ ഇവിടെ, എല്ലാവരും എൻ്റെ കാറിൽ കയറുന്ന ആളല്ലേ. ഞാൻ ആരും വേണ്ടെന്ന് പറയാറില്ല. ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് എൻ്റെ കാറിൽ ആളുകൾ കയറാറുണ്ട്. എൻ്റെ കാറിൽ ഒരാൾ കയറിയെന്ന് വിചാരിച്ച് ചായക്ക് പ്രത്യേക ഒരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. ഇവിടെ വന്നത് എന്താണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാൻഹോളുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നടത്തി, ഓർമ്മയുണ്ടോ? അന്ന് നൗഷാദിൻ്റെ ഇഷ്യൂ. അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ധൈര്യം കാണിച്ച ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു ഞാൻ. അത് നിങ്ങളാരും മറക്കരുത്. അന്ന് മാൻഹോളിൽപ്പെട്ട നൗഷാദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരാമർശത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും FIR ഇടുകയും കേസെടുക്കുകയും ചെയ്ത ആഭ്യന്തരമന്ത്രിയായിരുന്നു ഞാൻ. ഇപ്പം അദ്ദേഹം എപ്പോൾ കണ്ടാലും എന്നോട് ഇത് തന്നെ പറഞ്ഞോണ്ടി, ഞാൻ എൻ്റെ പേര് കേസെടുത്തു എന്നാൽ അദ്ദേഹം എപ്പോഴും എന്നെ പറ്റി പരാതി പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ടല്ലോ. ഞാൻ കേരളത്തിലെ മത നേതാക്കന്മാർ, ഏത് മത സമുദായ നേതാക്കന്മാരുണ്ടെങ്കിലും അവരോടൊക്കെ എനിക്ക് നല്ല സമീപനമാണ്. അത് മുസ്ലിം മത പണ്ഡിതന്മാരാണെങ്കിലും ഹിന്ദു മത പണ്ഡിതന്മാരാണെങ്കിലും ക്രൈസ്തവ മത ബിഷപ്പുമാരാണെങ്കിലും എല്ലാവരോടും എനിക്ക് എൻ്റെതായ നല്ല ബന്ധമാണ്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ ചോദിക്കുന്നത്, അന്ന് താങ്കൾ കേസെടുത്തു, അന്ന് പിണറായി വിജയൻ കേരള തൊഗാഡിയ എന്ന് വെള്ളാപ്പള്ളിയെ വിളിച്ചു. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാർക്കശ സമീപനം ഉണ്ടായിരുന്നു. ആ തൊഗാഡിയുടെ സ്ഥിതി വലിയ കഷ്ടമാണ് ഈ മോഡി വന്ന ശേഷം. അല്ല, ഞാൻ ചോദിക്കുന്നത്, അന്ന് കേരള തൊഗാഡിയ എന്ന് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ചിട്ടുണ്ട്. എവിടെ വിളിച്ചത്? അന്ന് 10 വർഷം മുമ്പ്. ഒന്നും വിളിച്ചിട്ട് 10 വർഷം മുമ്പ് വിളിച്ചത് താങ്കൾ കേസെടുക്കുകയും ചെയ്തു. അന്ന് നിങ്ങൾക്കെല്ലാം കാർക്കശ സമീപനം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ എല്ലാവരും വെള്ളാപ്പള്ളിക്ക് വംശീയത പറയാൻ അരു നിന്ന് കൊടുക്കുന്നു എന്നൊരു പ്രശ്നമില്ലേ? ഈ തൊഗാഡിയെ പറ്റി പറഞ്ഞാൽ തൊഗാഡിയെ പേടിച്ചപ്പോൾ വീട്ടിന് വെളിയെ, മോഡിയെ പേടിച്ച് വീട്ടിന് വെളിയെ ഇറങ്ങത്തില്ല. ഞാൻ ഗുജറാത്തിൽ ചാർജ് ഉണ്ടായിരുന്ന കാലത്ത് ഈ തൊഗാഡിയെ പറ്റി അന്വേഷിച്ചു. മോഡിയെ പേടിച്ച് തൊഗാഡിയേക്ക് വെളിയിറങ്ങാൻ പറ്റാത്ത കാലമാണിത്. ഞാൻ ചോദിക്കുന്നത് വീണ്ടും, താങ്കളുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ കാറിൽ കയറ്റും. അത് നിങ്ങളുടെ കോൺഗ്രസ്സുകാരുടെ പൊളിറ്റിക്കൽ സമീപനത്തിന്റെ ഭാഗമാണ്. ഉമ്മൻചാണ്ടിയുടെ കാറിലും രമേശ് ചെന്നിത്തല കാറിലും ഒക്കെ സഹപ്രവർത്തകരായിട്ടുള്ള ആളും സഹ നേതാക്കളും കയറും. അതുപോലെയല്ല, നമ്മളിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തെ മനുഷ്യർ മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വർഗീയവാദികളാണ്. നമ്മളാരും അതിനോട് യോജിച്ചിട്ടില്ല. മലപ്പുറത്തെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വികാരവുമില്ല. തികഞ്ഞ മതേതരവാദികളായ ജനങ്ങളാണ് മലപ്പുറത്തുള്ളത്. രമേശ് ചെന്നിത്തല, ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്തേക്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമല്ല, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം വർഗീയ പ്രചാരകനായി മാറിയോ എന്നാണ്. അത് പറയാൻ നിങ്ങൾ എല്ലാവരും ഞാൻ ആരും അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മറുപടി എനിക്ക് പറയാൻ പറ്റും. താങ്കൾ പിണറായി വിജയൻ ഒരു വർഗീയത പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് പറയാൻ മടിക്കില്ല. വല്ല സംശയമുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ജാതിയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പാടില്ലാത്തതാണ്. മറ്റേ ആളുകൾക്കൊക്കെ എന്ത് പറയാം. കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ഒരിക്കലും വർഗീയമായ ചേരിതിരിവിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല. ഒരു തവണ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിക്കുക, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത ഉപയോഗിക്കുക. ഇതെന്ന് CPM ചെയ്യുന്നതാണ്, എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. ന്യൂനപക്ഷ വർഗീയതയെ സർക്കാർ എപ്പോഴാണ് ഉപയോഗിച്ചത്? എല്ലാ കാലത്തും. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി 3 മണിക്കൂർ നേരം പൊന്നാനിയിൽ ആ സ്റ്റേജിൽ കുത്തിയിരുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി. EMS പറഞ്ഞെന്താ, മദനി മഹാത്മാഗാന്ധിയാന്ന് പറഞ്ഞു, ഒറ്റപ്പാലം. ഇതൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്, പഴയ കാര്യങ്ങളായിരുന്നു. മുഖ്യമന്ത്രി പഴയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാനിതെല്ലാം പറഞ്ഞത്. എല്ലാ കാലഘട്ടത്തിലും സദാം ഹുസൈനെ തൂക്കിലിട്ടതിൻ്റെ പേര് ജില്ലാ പഞ്ചായത്ത് ജയിച്ച ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും സദാം ഹുസൈനെ പിന്തുണയ്ക്കൽ ന്യൂനപക്ഷ വർഗീയത എല്ലാ കാലഘട്ടങ്ങളിലും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM.
കോൺഗ്രസ് എന്നും മതേതര നിലപാടുകളെ സ്വീകരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മതേതര നിലപാടുകൾക്കാണ് എന്നും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്.